കൂട്ടുകാരെ ഒരിക്കൽ കൂടി കെൻസ മീഡിയ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ കാണാൻ പോകുന്ന പ്ലാനറ്റോറിയാണ്, ബാംഗ്ലൂരിലെ ഗവൺമെൻറ് മ്യൂസിയം. ഇപ്പം നമ്മൾ ഏകദേശം ആ സ്പോട്ടിലെത്തി എല്ലാവരും പ്ലാനറ്റോറിയം കാണാനുള്ള ത്രില്ലിലാണ്. ഒരുമിച്ച് യാത്ര പോകുമ്പോൾ നല്ല രസമാണ്, എല്ലാവരെയും പരിചയപ്പെടാനും സംസാരവും കളിയും ചിരിയും ഒന്നും പറയണ്ട. ഒരിക്കലും മറക്കാനാവാത്ത ഒത്തിരി നല്ല അനുഭവങ്ങൾ സമ്മാനിക്കും. നമ്മൾ ആ സ്പോട്ടിലെത്തി കേട്ടോ. ഇതാണ് ഗവൺമെൻറ് മ്യൂസിയം, ബാംഗ്ലൂർ. നല്ല ഭംഗിയുണ്ട് കാണാം അല്ലേ? അകത്ത് കയറുമ്പോൾ അതിലേറെ ഭംഗിയാണ്. ഇനി നമുക്ക് തീർച്ചയായിട്ടും അകത്തെ വിശേഷങ്ങൾ കാണാം. നമ്മൾ തനിച്ച് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ കുറച്ച് ദൂരം നടക്കുമ്പോൾ നമുക്ക് ക്ഷീണം തോന്നും അല്ലേ? പക്ഷെ ഒരുമിച്ചാണെങ്കിൽ ഒരു ക്ഷീണം തോന്നില്ല. സംസാരിച്ച് അങ്ങനെ നടക്കുമ്പോൾ എത്ര കിലോമീറ്റർ വേണമെങ്കിലും നമുക്ക് നടക്കാൻ പറ്റും. ഇതൊക്കെ പ്ലാനറ്റോറിയത്തിൻ്റെ പുറത്തുള്ള കാഴ്ചകളാട്ടോ. നമ്മുടെ ഷാക്കിർ ഭായൊക്കെ ടിക്കറ്റൊക്കെ എടുത്ത് റെഡിയായി നിൽക്കുകയാണ്. ഇതാണ് അകത്തെ കാഴ്ചകൾ. ശരിക്കും അത്ഭുതപ്പെടുത്തി കളയും. ശാസ്ത്രത്തിൻ്റെ വളർച്ച, ടെക്നോളജി, ഇതിനെക്കുറിച്ചൊക്കെയാണ് ഇവിടെ പറയുന്നത്. എല്ലാം വിശദമായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങളെല്ലാം നോക്കി കാണാം. ഓരോരോ കണ്ടുപിടുത്തങ്ങളും ഓരോരോ കാലത്തുണ്ടായ സംഭവങ്ങളൊക്കെ ഇവിടെ കൃത്യമായിട്ട് വിവരിച്ച് കാണിക്കുന്നുണ്ട് ഇവർ. ടെക്നോളജിയുടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള വളർച്ചയെക്കുറിച്ച് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതാരാന്നറിയോ? നമ്മുടെ ദിനോസറാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല മൂമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്ഭുതമായിട്ട് തോന്നും നമുക്ക്. നമ്മൾ ഫിലിമിലൊക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ. ഞാനും ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ നോക്കി. കാരണം നമ്മൾ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഫോട്ടോസൊന്നും കൂടുതൽ വരില്ല. ഈ ബിൽഡിങ്ങിൽ ഓരോ ഫ്ലവറിലും ഓരോ വ്യത്യസ്തമാർന്ന കാഴ്ചകളാണ് കാണാനുള്ളത് കേട്ടോ. എല്ലാം ചുറ്റി കാണണം. എത്ര ഭംഗിയായിട്ട് അവരിത് അറേഞ്ച് ചെയ്തിരിക്കണമെന്നറിയോ? സമ്മതിക്കണം നമ്മൾ. ശാസ്ത്രം ഡേ ബൈ ഡേ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയല്ലേ. അത്ഭുതകരമായ കാഴ്ചകളാണ് എല്ലാം. വിദ്യാർത്ഥികളൊക്കെ തീർച്ചയായിട്ടും ഇവിടെ വന്ന് കാണണം കേട്ടോ. ശരിക്കും ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് എനിക്ക് ആഗ്രഹം. പക്ഷേ നമുക്ക് അവിടെ നിന്ന് ആളുകളുടെ ഇടയിൽ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മൾ സൗണ്ട് ക്ലിയർ ആവില്ല. പിന്നെ ആളുകൾക്കൊരു ശല്യമായിട്ട് തിരക്കുണ്ടാവും.
നമ്മൾ ആരെയും ശല്യപ്പെടുത്താതെ നല്ല വീഡിയോസൊക്കെ എടുത്തിട്ട് പോരുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ കാരണം ആർക്കൊരു ബുദ്ധിമുട്ട് വേണ്ടെന്ന്. ഇപ്പോൾ ഓരോ മെഷീനറീസ് ആണെങ്കിലും എന്ത് സംഭവങ്ങളാണ്, മിസൈലാണെങ്കിലും അതിൻ്റെ എങ്ങനെയാണ് അതുണ്ടാക്കുന്നത്, നിർമ്മാണ രീതികൾ, കാര്യങ്ങൾ, എന്തെല്ലാം മെറ്റീരിയൽസ് അതിന് യൂസ് ചെയ്യുന്നത്, അതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഹെലികോപ്റ്ററിൻ്റെ പ്രവർത്തനങ്ങളെ, അതിൻ്റെ എൻജിനെ കുറിച്ചിട്ട്, അതിൻ്റെ കംപ്ലീറ്റ് A to Z കാര്യങ്ങൾ. ശരിക്കും ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നിപ്പോവും. ഉണ്ടല്ലേ, ഈ മെഷീനൊക്കെ വർക്ക് ചെയ്ത് കൊണ്ടേയിരിക്കുകയാണ്. ഇതേപോലെ നമുക്ക് ഓടിക്കാം കേട്ടോ. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ടെക്നോളജിയൊക്കെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ഒത്തിരി ഇഷ്ടമാവും. എല്ലായിടത്തും പോകുമ്പോൾ ഞാൻ സാധാരണ കാണാറ് കളിയും ശരിയൊക്കെയാണ് കേട്ടോ. ഇതിനകത്ത് എല്ലാവരും സീരിയസ് ആണ്, എല്ലാവരും ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ്, ഇതെല്ലാം വായിച്ച് മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഇവിടെ കളിയും ശരിയൊന്നുമില്ല, എല്ലാവരും സീരിയസ് ആയിട്ട് നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഇതിനകത്ത്, പ്ലാനറ്റോറിയത്തിൽ കേട്ടോ. കാരണം ഇവിടെ കോമഡി കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, കംപ്ലീറ്റ് സീരിയസ് ആണ്. നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് കാഴ്ചകൾ, ഒന്നൊന്നല്ല ഒത്തിരി കാഴ്ചകൾ. ഇതെല്ലാം കണ്ടുപിടിക്കുന്നത് നമ്മുടെ മനുഷ്യരാണ്, അത് ചിന്തിക്കണം കേട്ടോ. നമ്മുടെ ബ്രെയിനും ഇതുപോലെ ഒരുപാട് കപ്പാസിറ്റി ഉണ്ടെന്നേ. നമ്മുടെ ബ്രെയിനൊന്നും ഇതുവരെയായിട്ട് ഓപ്പൺ ആയിട്ടില്ല. ഇതെല്ലാം മനുഷ്യ നിർമ്മിതികളാണ്. നിങ്ങൾക്ക് ഈ മുകളിൽ എഴുതി വെച്ചത് ഫോളോ ചെയ്യാം കേട്ടോ. എല്ലാം കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, ഓരോന്നും ഓരോ പ്ലാന്റുകളെ കുറിച്ചൊക്കെ. ഇത് ഇലക്ട്രിസിറ്റിയെ കുറിച്ചാണ് പറയുന്നത്, വീട്ടിലെ കറണ്ടിനെ കുറിച്ചിട്ട്. ടെലികമ്മ്യൂണിക്കേഷൻ, നമ്മുടെ ആദ്യകാലത്തെ ഫോണുകളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. ലാൻഡ് ഫോണും കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. സ്പേസിലൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കുന്ന ഡ്രസ്സ് ഉണ്ടല്ലേ, നിങ്ങളിതിൽ നടക്കുന്ന ആളുകളെ ശ്രദ്ധിച്ച് നോക്കൂ, എല്ലാം സൈലൻ്റ് ആണ് അല്ലേ, സീരിയസ് ആയിട്ടാണ്. നമ്മളറിയാതെ സൈലൻ്റ് ആയി പോകും ഇതൊക്കെ കാണുമ്പോൾ. കണ്ടില്ലേ, ഇതിനകത്ത് കറങ്ങുന്ന ഹെലികോപ്റ്റർ ഉണ്ടല്ലേ. ഇവിടെ പിള്ളേരെ അടിച്ചു പൊളിക്കുകയാണ് കേട്ടോ. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ ശരിക്കും അത്ഭുതം തോന്നിട്ടോ. ഒത്തിരി കാഴ്ചകൾ കാണാനുണ്ട്.
ഇതൊന്നും കാണാതെ ഈ ഭൂമിയിൽ നിന്ന് മരിച്ചു പോയാലേ വലിയ നഷ്ടമാണ്. ഏകദേശം 17 മിനിറ്റോളം ഈ വീഡിയോ ഉണ്ട്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ എന്താണ് ബാംഗ്ലൂർ മ്യൂസിയത്തിനകത്തുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പിന്നീട് ചാൻസ് കിട്ടുമ്പോൾ നേരിട്ട് പോയി കാണുക. മിസൈലാണ് ഈ കിടക്കുന്നത് കേട്ടോ. മിസൈലിൻ്റെ നിർമ്മാണം, അതിൻ്റെ ഓരോ വർഷങ്ങളിലുള്ള മാറ്റങ്ങൾ, എല്ലാത്തിനെ കുറിച്ചും പറയുന്നുണ്ട്. ഇതൊക്കെ റോക്കറ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ആക്സസറീസ് ആണ് കേട്ടോ. ഇവിടെ എല്ലാം കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ടൈം എടുത്ത് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. ബാംഗ്ലൂർ പോയിട്ട് എന്താണ് കണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങൾ കണ്ടു. പക്ഷെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ പ്ലാനറ്റോറിയം. ഇനി അടുത്ത കാഴ്ച എന്ന് പറയുന്നത് ബയോടെക്നോളജിയാണ് കേട്ടോ. ഇവിടെ ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ട്. കാലഘട്ടങ്ങൾ മാറുന്നതിനനുസരിച്ച് ടെക്നോളജിയുടെ മാറ്റങ്ങൾ അതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും.
ഇതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആട്ടോ. ഒരു മാജിക്കൽ ഗ്ലാസ് കൂടാരാണ്. അതിനകത്ത് കയറി കഴിഞ്ഞാൽ എങ്ങനെ പോകണം എങ്ങനെ വരണം ഒന്നും അറിയില്ല, കൺഫ്യൂസ്ഡ് ആണ്. വല്ലാത്തൊരു എക്സ്പീരിയൻസ്. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഒത്തിരി സന്തോഷം. സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം സാദി ഇന്ത്യ. ലവ് യു ഓൾ. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരേക്കും. ബൈ.